സ്ട്രെസ്സ് തീരെയില്ലാത്തൊരു ജീവിതം നമുക്ക് സാധ്യമാണോ? സ്ട്രെസ് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമാണ്? സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? സ്ട്രെസ്സ് ഒട്ടുമില്ലാത്തൊരു ജീവിതം സാധാരണഗതിയിൽ നമുക്ക് സാധ്യമല്ല. എന്നാൽ എല്ലാ സ്ട്രെസ്സുകളും ദോഷകരമല്ല. ഡിസ്ട്രെസ്സും യൂസ്ട്രെസ്സും ഉണ്ട്. ഇതിൽ യൂസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മെ പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യാനും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, പരീക്ഷയെടുക്കുമ്പോൾ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ഒരു മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ മത്സരാർത്ഥികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് എന്നതൊക്കെ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ കൂടുതൽ നന്നായി തയ്യാറെടുക്കാനും പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ സാധാരണയായി സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രെസ് ആണ്. അതായത് നമുക്ക് ദോഷകരമാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ സമ്മർദ്ദം. ഇങ്ങനെ സമ്മർദ്ദം കൂടി വരുമ്പോൾ അത് നമ്മെ ശാരീരികമായും മാനസികമായും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമായി കാണരുത്. സത്യം പറഞ്ഞാൽ സ്ട്രെസ്സ് നമ്മെ വളരെ പ്രയാസപ്പെട്ട അവസ്ഥകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വില്ലൻ തന്നെയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന തലവേദന, നെഞ്ചുവേദന, ദഹന പ്രശ്നങ്ങൾ, രോഗപ്രതിരോധ ശേഷി കുറയുന്നത്, ഉറക്കക്കുറവ് എന്നതൊക്കെ സ്ട്രെസ് കൊണ്ടുണ്ടാകാവുന്ന പ്രയാസങ്ങളാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരം ആഡ്രിനാലിൻ, നോറെപ്പിനെഫ്രിൻ, കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് കാരണം സ്ട്രെസ് ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിൽ, അതായത് ക്രോണിക് ആകുകയാണെങ്കിൽ, അത് നമ്മുടെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും അതുമൂലം ഹൃദയ രോഗങ്ങൾക്കും സ്ട്രോക്കിനും വരെ സാധ്യതയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ഉണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങളാണ് അമിതമായ ഉത്കണ്ഠ, അകാരണമായ ഭയം, ദേഷ്യം, ശ്രദ്ധക്കുറവ്, വിഷാദം എന്നിവയൊക്കെ. ഇത് നമ്മുടെ ആകെയുള്ള ഉന്മേഷത്തെയും ജോലിയെയും ബന്ധങ്ങളെയും ഒക്കെ വളരെ ദോഷകരമായി ബാധിക്കും. ഉറക്കം കുറയുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ മെമ്മറി കൺസോളിഡേഷനെയും കോൺസെൻട്രേഷനെയും ഒക്കെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കുറയ്ക്കാനായി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഒന്നാമതായി വ്യായാമം തന്നെ. ദിവസവും 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു. രണ്ടാമത്തേതാണ് മൈൻഡ്ഫുൾനെസ് ശീലമാക്കുക എന്നുള്ളത്. അതായത് ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നത്, 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക് ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നതൊക്കെ നമ്മളെ മാനസികമായി സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നതും മനസ്സിന് ഭാരം കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ടൈം മാനേജ്മെന്റ് എന്നത്. അനാരോഗ്യകരമായ ഭക്ഷണ രീതി ഒഴിവാക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, പുകവലി, മദ്യപാനം, അമിതമായ ചായകുടി എന്നിവയൊക്കെ നിയന്ത്രിക്കുക. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഓവർ തിങ്കിങ്ങും ഇൻഡെസിഷനും ഒക്കെ ഒഴിവാക്കുക എന്നത്. ഇതൊക്കെയാണ് നമുക്ക് സ്ട്രെസ്സിന്റെ എഫക്റ്റ് കുറക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു.